Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. വിരുദ്ധരുടെ ശല്യവും റോഡുകളുടെ തകർച്ചയും മൂലം തിരുവില്ലാമല പുനർജനി ഗാർഡൻസിലെ 100 കണക്കിന് കുടുംബങ്ങളും വിദ്യാർത്ഥികളും ദുരിതത്തിൽ. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് റെസിഡൻസ് അസോസിയേഷൻ. തിരുവില്ലാമല പുനർജനി ഗാർഡനിലെ താമസക്കാരും പ്രദേശത്തെ വിദ്യാലയത്തിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. 79 ഏക്കറോളം വരുന്ന ഈ പ്രദേശത്തെ 565ഓളം പ്ലോട്ടുകളിലായി 150ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. മുൻകാലങ്ങളിൽ ഗാർഡന്റെ 1ഉം 2ഉം പ്രവേശന കവാടങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ സേവനമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതില്ലാത്തത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതോടെ പുറത്തുനിന്നെത്തുന്നവരുടെ പരസ്യമായ മദ്യപാനവും മാലിന്യം വലിച്ചെറിയലും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളും ഇവിടെ പതിവായിരിക്കുകയാണ്. തെരുവ് വിളക്കുകൾ ഇല്ലാത്തതും സാമൂഹ്യ വിരുദ്ധർക്ക് താവളമൊരുക്കുന്നു. ഇതിനു പുറമെ കവാടം മുതൽ ആരംഭിക്കുന്ന റോഡുകളുടെ തകർച്ച മഴക്കാലമായതോടെ അതിരൂക്ഷമായിട്ടുണ്ട്. വലിയ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കാൽനട യാത്ര പോലും അസാധ്യമാണ്. പലയിടങ്ങളിലും പ്ലോട്ടുകൾ കാടുമൂടി കിടക്കുന്നത് ഇഴജന്തുക്കളുടെ ശല്യവും വർദ്ധിപ്പിക്കുന്നു. 1400ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്രൈസ്റ്റ് ന്യൂ ലൈഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈ പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സുരക്ഷയും വലിയ ആശങ്കയിലാണ്. പുനർജനി ഗാർഡൻ അസോസിയേഷൻ എന്ന സ്ഥലത്ത് 79 ഏക്കറോളം വരുന്ന 565ഓളം വരുന്ന ഫ്ലോട്ടിലെ 150ഓളം വരുന്ന വീട്ടുകാർ ഇവിടെ താമസിക്കുകയും ബാക്കിയുള്ളവർക്ക് ഫ്ലോട്ടായിട്ട് ഇവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ മുൻകാലങ്ങളിൽ ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ വരികയും ഇപ്പോൾ വേസ്റ്റ് ഇടുന്നതിനും മദ്യപിക്കുന്നതിനുമായി രാത്രി കാലങ്ങളിൽ പരമാവധി വണ്ടികൾ വരികയും പല വണ്ടികളും അപരിചിതമായി പല സ്ഥലത്ത് നിർത്തിയിടുകയും ചെയ്യുന്നതായിട്ട് പല ഇവിടെ താമസിക്കുന്നവരും നമ്മളോട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായിട്ട് ഈ എക്സിക്യൂട്ടീവ് യോഗം ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായൊരു വിഷയം സെക്യൂരിറ്റിനെ അടിയന്തരമായി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ മറ്റൊരു അസോസിയേഷനും കൂടെ ഉണ്ട്. ആ അസോസിയേഷനുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവരുമായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീഷനുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അദാലത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പേപ്പറുകൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അതിന് ആയിട്ടുള്ള തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് അറിയുകയും ചെന്ന് അന്വേഷിക്കുകയും അതിനുവേണ്ട നടപടികൾ എന്തൊക്കെയാണ് ആവശ്യമായി എടുക്കാൻ പൊതു ആയിട്ടുള്ള അഭിപ്രായ പ്രകാരം എക്സിക്യൂട്ടീവ് ചർച്ചയുണ്ടായിട്ടുണ്ട്. ആ ഒരു തീരുമാനവും ഇന്ന് എടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച വരുന്ന വർക്കിംഗ് ഡേയിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വഴിവിളക്കുകൾ ആദ്യം ഉണ്ടായിരുന്നതാണ്. പിന്നീട് വഴിവിളക്കുകളൊക്കെ ഇല്ലാണ്ടായിപ്പോയി. ആ വഴിവിളക്കുകൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും ഇന്നത്തെ ചർച്ചയിലുണ്ടായിട്ടുണ്ട്. അതിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി അന്വേഷിച്ച് അതിനുവേണ്ട നടപടികൾ എടുക്കുന്നതും ആയിട്ടുള്ള തീരുമാനങ്ങൾ. പഴയന്നൂർ തിരുവില്ലാമല പ്രധാന പാതയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ വാഹനങ്ങൾ തിരിച്ചുവിടേണ്ട പ്രധാന ബദൽ പാത കൂടിയാണ് പുനർജനി ഗാർഡനിലൂടെ കടന്നുപോകുന്നത്. കഴിഞ്ഞ ദിവസം മരം കടപുഴകി വീണ് പ്രധാന റോഡിൽ ഗതാഗതം സ്തംഭിച്ചപ്പോൾ 100 കണക്കിന് വാഹനങ്ങൾ ആശ്രയിച്ചത് ഇതേ തകർന്ന പാതയെയായിരുന്നു. ഈ സാഹചര്യത്തിൽ അധികൃതർ എത്രയും വേഗം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് പുനർജനി പ്ലോട്ട് ഓണേഴ്സ് ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ലിജിം ഫ്രാൻസിസ്, ചക്കിങ്ങൽ കൃഷ്ണനുണ്ണി, ജോയ് ഐമറ്റത്തിൽ, രവികുമാർ വൃന്ദാവനം, ലിജോ ഫ്രാൻസിസ്, സുധാ രവികുമാർ എന്നിവർ ആവശ്യപ്പെട്ടു. പുനർജനി പ്ലോട്ട് ഓണേഴ്സ് അസോസിയേഷൻ്റെ റെസിഡൻസ് അസോസിയേഷൻ എൻ്റെ യോഗത്തിൽ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഈ പുനർജനിയുടെ വിശദമായ ഇതിനു വേണ്ടി പ്രസിഡന്റ് കാര്യമായി സംസാരിക്കേണ്ടായി. ഇതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 10-600 ചില്ലാനം പ്ലോട്ടുകളുള്ള ഈ പുനർജനി ഗാർഡൻസിൻ്റെ ഈ സ്ഥലത്ത് കുറേയധികം പ്ലോട്ടുകൾ വീടില്ലാതെ തരിശായി കിടക്കുന്നതാണ്. അതിൽ മുഴുവൻ പുല്ല് മുളച്ചും വൃക്ഷങ്ങൾ വളർന്നുകൊണ്ടും കുറേ കാട്ടുപന്നികളുടെ ശല്യമുള്ളതുകൊണ്ടും ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടും ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ അസോസിയേഷൻ ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവിധ പ്ലോട്ടുകാരുടെയും താമസിക്കുന്ന റെസിഡൻസിൻ്റെ ആൾക്കാരെയും എല്ലാവരുടെയും സഹായം വേണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് CCV.